Hello students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസിലേഷൻ എന്നൊരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എക്സാമിന് സാധാരണ ഈ ചാപ്റ്ററിൽ സിമ്പിൾ പെൻഡുലം എന്നൊരു സെക്ഷനിലാണ് ചോദ്യങ്ങൾ അധികം ചോദിക്കാറ്. അപ്പോൾ ഏത് രീതിയിലാണ് സിമ്പിൾ പെൻഡുലത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്രൂവ് ദി ഓസിലേഷൻസ് ഓഫ് സിമ്പിൾ പെൻഡുലം ആർ സിമ്പിൾ ഹാർമോണിക്. ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു ഡയഗ്രാം വരയ്ക്കണം. ഈ ഡയഗ്രാമിന് എഫ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എം ജി സൈൻ തീറ്റ. എഫ് എന്ന് പറഞ്ഞാൽ എം എ ആണ്. സോ എം എ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, ഇവിടെ തീറ്റ ചെറുതാണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ സൈൻ തീറ്റ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. സോ എം എ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു മൈനസ് എം ജി തീറ്റ. From the diagram, theta equal to y by L. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So you get A equal to minus G by Ly. ഇവിടെ എം ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് അത് കാണാത്തത്. അപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. This equation is similar to another equation A equal to minus omega square y, and this is the condition for simple harmonic motion. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ we can say this proves that the oscillations of simple pendulum are simple harmonic. Clear? അപ്പോൾ ഇത്രയും മതി ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ, ഇനി അടുത്തത് ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. അതിന് ടൈം പീരീഡ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയത് ഇതും എഴുതാം. എന്നിട്ട് പറയാം കമ്പയറിംഗ് ദീസ് ടു ഇക്വേഷൻസ് വി ഗെറ്റ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ജി ബൈ എൽ. പിന്നെ ഒമേഗ എന്താണെന്ന് എഴുതാം. പിന്നെ ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ആണ്. 2π/t ഈക്വൽ ടു റൂട്ട് ഓവർ ജി ബൈ എൽ. സോ ഫ്രം ദിസ് ടി വിച്ച് ഇസ് എ ടൈം പീരീഡ് ഈക്വൽ ടു 2π റൂട്ട് ഓവർ എൽ ബൈ ജി. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത്ര മതി. മൂന്നാമത്തെ ചോദ്യം നോക്കാം. അണ്ടർ വാട്ട് കണ്ടീഷൻ ഓസിലേഷൻസ് ആർ സിമ്പിൾ ഹാർമോണിക്. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻസ് സിമ്പിൾ ഹാർമോണിക് ആവണമെങ്കിൽ കണ്ടീഷൻ എന്താ? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഓസിലേഷൻസ് ഷുഡ് ബി സ്മോൾ. ഓക്കെ, ഇത്രയും എഴുതിയാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന് ഫുൾ മാർക്ക് കിട്ടിക്കോളും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് സെക്കൻഡ്സ് പെൻഡുലം? സെക്കൻഡ്സ് പെൻഡുലം എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് എ പെൻഡുലം വിച്ച് ഹാസ് ടൈം പീരിയഡ് 2 seconds. വാട്ട് ഈസ് എ ടൈം പീരീഡ് ഓഫ് സെക്കൻഡ്സ് പെൻഡുലം? അതായത് പല രീതിയിൽ ചോദ്യങ്ങൾ വരാം. ഒരേ ചോദ്യം തന്നെ ആയിരിക്കാം, പല രീതിയിൽ വരാം. വാട്ട് ഈസ് എ ടൈം പീരീഡ് ഓഫ് സെക്കൻഡ്സ് പെൻഡുലം? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ടൈം പീരീഡ് എത്രയാണ് സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ? 2 seconds. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി പെൻഡുലം വിച്ച് ടിക്സ് സെക്കൻഡ്സ്? ലെങ്ത് ഓഫ് ദി പെൻഡുലം വിച്ച് ടിക്സ് സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ്സ് പെൻഡുലം തന്നെയാണ്. അപ്പം വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് എ സെക്കൻഡ്സ് പെൻഡുലം എന്നാണ് ചോദിക്കുന്നത്. സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ലെങ്ത് എപ്പോഴും 100 സെൻറ്റിമീറ്റർ ആണ്, 100 സെൻറ്റിമീറ്റർ ആണ്. അതെങ്ങനെ കിട്ടുന്നത്? ടി ഈക്വൽ ടു 2π റൂട്ട് ഓവർ എൽ ബൈ ജി ആണല്ലോ ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം. അപ്പോൾ ഇതിൽ സെക്കൻഡ്സ് പെൻഡുലം ആണെങ്കിൽ ടൈം പീരീഡ് 2 ആണ്. അപ്പോൾ 2 ഈക്വൽ ടു 2π റൂട്ട് ഓവർ എൽ ബൈ ജി. ജി നമുക്കറിയാം, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇതിൽ എൽ കണ്ടുപിടിച്ചാൽ ഇറ്റ് ഇസ് 100 സെൻറ്റിമീറ്റർ. അപ്പം സെക്കൻഡ്സ് പെൻഡുലം എന്നൊരു ഭാഗത്തു നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ് സെക്കൻഡ്സ് പെൻഡുലം? അതിൻ്റെ ടൈം പീരീഡ് എത്രയാണ്? സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ലെങ്ത് എത്രയായിരിക്കണം? ആ രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ടൈം പീരീഡ്. ടൈം പീരീഡിനെ ബേസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇസ് ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ്? അപ്പം ടൈം പീരീഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ആണോ? ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഇതാണല്ലോ, ടി ഈക്വൽ ടു 2π റൂട്ട് ഓവർ എൽ ബൈ ജി. ഇതിൽ എം വരുന്നില്ല, മാസ് വരുന്നില്ല. സോ ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ്. അപ്പം ചിലപ്പം ക്വസ്റ്റ്യൻസിൽ എക്സ്പ്ലെയിൻ വൈ എന്നൊക്കെ ചോദിക്കാം. അപ്പം നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതുക, എന്നിട്ട് പറയാം അതിൽ എം ഇല്ല, അതുകൊണ്ട് ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ്. ഡസ് ദ ടൈം പീരീഡ് വേരി ഇഫ് ദ മാസ് ഓഫ് ദി ബോബ് വേരീസ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസ് മാറുന്നുണ്ടെങ്കിൽ, ബോബിൻ്റെ മാസ് മാറുന്നുണ്ടെങ്കിൽ ടൈം പീരീഡിൽ വ്യത്യാസം വരില്ല. കാരണം ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2π റൂട്ട് ഓവർ എൽ ബൈ ജി. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം വിത്ത് മെറ്റാലിക് വയർ ഇഫ് ടെമ്പറേച്ചർ ഇൻക്രീസസ്? അതായത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ആ ഒരു സ്ട്രിങ് മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു സ്ട്രിങ് ആണെങ്കിൽ ടെമ്പറേച്ചർ മാറുമ്പം, ടെമ്പറേച്ചർ കൂടുമ്പം ടൈം പീരീഡിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ടെമ്പറേച്ചർ കൂടുമ്പം മെറ്റലിൻ്റെ ലെങ്ത് കൂടും എന്ന് നമുക്കറിയാം അല്ലേ? അപ്പം മെറ്റലിൻ്റെ ലെങ്ത് കൂടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ല് കൂടുകയാണ്. എല്ല് കൂടുമ്പം ടൈം പീരീഡും കൂടും. സോ ദി ആൻസർ ടു ദിസ് ഇസ് ടൈം പീരീഡ് ഇൻക്രീസസ്. ഓക്കെ, what is time period of a simple pendulum which is in a lift which is accelerating down with an acceleration a? അതായത് ഒരു ലിഫ്റ്റിൻ്റെ അകത്ത് ഒരു സിമ്പിൾ പെൻഡുലം വെച്ചിട്ടുണ്ട്, അത് ഓസിലേറ്റ് ചെയ്യാണ്. ആ ലിഫ്റ്റ് താഴേക്ക് പോവാണ്, അതിൻ്റെ ആക്സലറേഷൻ എ ആണ്. അപ്പം അത് ടൈം പീരീഡിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? എന്തായിരിക്കും ടൈം പീരീഡ് എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ബോഡി താഴേക്ക് ഒരു ആക്സലറേഷൻ എയിൽ പോവുകയാണെങ്കിൽ എഫക്റ്റീവ് ആക്സലറേഷൻ എന്തായിരിക്കും? ഇറ്റ് ഇസ് ജി മൈനസ് എ. സോ ടൈം പീരീഡ് എന്തായിരിക്കും? ടി ഈക്വൽ ടു 2π റൂട്ട് ഓവർ എൽ ബൈ ജീൻ്റെ സ്ഥാനത്ത് എന്താ എഴുതേണ്ടത്? ജി മൈനസ് എ.
അപ്പം ഇവിടെ ഡിനോമിനേറ്റർ കുറഞ്ഞു. ഡിനോമിനേറ്റർ കുറയുമ്പം ടൈം പീരീഡ് കൂടുകയാണ് ചെയ്യുന്നത്. ടൈം പീരീഡ് ഇൻക്രീസസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുറേ ക്വസ്റ്റ്യൻസ് ടൈം പീരീഡിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് സിമ്പിൾ പെൻഡലത്തിൻ്റെ അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞു, ലിഫ്റ്റ് താഴേക്ക് പോവാണ്, മുകളിലേക്ക് പോവാണ്, ഓരോ കേസിലും ടൈം പീരീഡിൽ എന്ത് വ്യത്യാസം വരും എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, but time period of a simple pendulum in a lift descending with acceleration g/3 meter per second square is. കുറേ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിരുന്നു എക്സാമിന്. ഞാൻ ആ ഓപ്ഷൻസ് ഒന്നും എഴുതിയിട്ടില്ല, നമുക്ക് നോക്കാം ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ. അപ്പം താഴേക്കാണ് ലിഫ്റ്റ് പോകുന്നത്. അപ്പം താഴേക്ക് പോകുന്നുണ്ട് വിത്ത് ആൻ ആക്സലറേഷൻ g/3. അപ്പം എങ്ങനെ എഴുതുക? സാധാരണ ടൈം പീരീഡിൻ്റെ ഫോർമുല എന്താ? t = 2π√L/g ആണ്. ഇത് താഴേക്ക് പോകുന്നത് കൊണ്ട് താഴേക്ക് പോകുമ്പോൾ ആക്സലറേഷൻ g - a ആവും. ഓക്കെ, സോ ഇവിടെ a എന്ന് പറയുന്നത് g/3 ആണ്. അതുകൊണ്ട് L / g - g/3 എന്ന് എഴുതി. g - g/3 is 2g/3. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഗെറ്റ് 2π√3L/2g. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം മൗണ്ടഡ് ഇൻ എ ലിഫ്റ്റ് വിച്ച് ഇസ് ഫ്രീലി ഫോളിംഗ് അണ്ടർ ഗ്രാവിറ്റി. അപ്പോൾ ലിഫ്റ്റ് ഇസ് ഫ്രീലി ഫോളിംഗ് അണ്ടർ ഗ്രാവിറ്റി. അപ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ, എഫക്റ്റീവ് ആക്സിലറേഷൻ എന്തായിരിക്കും? g - a എന്നാണല്ലോ സാധാരണ താഴേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ g - a ക്ക് പകരം g - g തന്നെയാണ്, കാരണം അത് ഫ്രീലി ഫോളിംഗ് ആണ്. So we write time period equal to 2π√L divided by g minus g. G minus g 0 ആണ്. അതുകൊണ്ട് ഇത് anything divided by 0 is infinity. So time period is infinity in this case. Infinity എന്ന് പറയുമ്പോൾ oscillations നടക്കുന്നില്ല എന്നാണ് അർത്ഥം. So time period is infinity. Time period infinity ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ ആണല്ലോ ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസിയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി എന്തായിരിക്കും? 1 by time period which is 0. 1 by infinity is 0. So frequency is 0 and time period is infinity. ഇനി അടുത്ത ചോദ്യം ടൈം പീരീഡിനെ ബേസ് ചെയ്തിട്ടാണ്. വാട്ട് ഹാപ്പൻസ് ടു ദ ടൈം പീരീഡ് ഇഫ് ദ പോയിന്റ് ഓഫ് സസ്പെൻഷൻ മൂവ്സ് വെർട്ടിക്കലി അപ്പ് വിത്ത് ആക്സലറേഷൻ a. പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ലിഫ്റ്റ്, ആ സിമ്പിൾ പെൻഡുലം തന്നെ മുകളിലേക്ക് പോവാണ് വിത്ത് ആൻ ആക്സലറേഷൻ a. അപ്പം നേരത്തെ ചെയ്ത പോലെ t = 2π√L/g പകരം ഇവിടെ മുകളിലേക്ക് പോകുന്നുണ്ട് g + a എന്ന് എഴുതി. അതായത് ഇവിടെ ഡിനോമിനേറ്റർ കൂടുമ്പോൾ ടൈം പീരീഡ് കുറയും. ഓക്കെ, രണ്ടാമത്തെ കേസ്, ഇഫ് ഇറ്റ് മൂവ്സ് വെർട്ടിക്കലി ഡൗൺ വിത്ത് ആൻ ആക്സലറേഷൻ a. അപ്പോൾ t = 2π√L divided by g minus a. അപ്പം ഡിനോമിനേറ്റർ കുറഞ്ഞു, ടൈം പീരീഡ് കൂടും. മൂന്നാമത്തത്, ഇഫ് ഇറ്റ് ഫോൾസ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി ആകുമ്പോൾ g - g ആണ് വരിക, താഴെ 0 ആവും. അപ്പം ടൈം പീരീഡ് ഇൻഫിനിറ്റി ആവും, ഓസിലേഷൻസ് ഒന്നും നടക്കില്ല. നാലാമത്തെ കേസ്, ഇഫ് the point of suspension or the simple pendulum is taken to a height h equal to the radius of the earth. സാധാരണ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം സർഫസിലാണെന്നുള്ളത് നടക്കുക. അപ്പോൾ ഈ കേസിൽ, നാലാമത്തെ കേസിൽ പറഞ്ഞിരിക്കുന്ന സിമ്പിൾ പെൻഡുലത്തിനെ h ഹൈറ്റിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ആ h ഹൈറ്റ് എന്താണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദി എർത്ത്. അപ്പോൾ ടോട്ടൽ നമ്മൾ സെൻറ്ററിന് എത്ര ദൂരത്തിലായിരിക്കും നമ്മുടെ സിമ്പിൾ പെൻഡുലം? ഇറ്റ് വിൽ ബി r + r അല്ലേ? അതായത് സർഫസിൽ നിന്ന് r+r ദൂരത്തിലാണ് ഇപ്പോൾ സിമ്പിൾ പെൻഡുലം ഉള്ളത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ എത്രയായിരിക്കും ടൈം പീരീഡ്? അപ്പോൾ ടൈം പീരീഡിന് സാധാരണ എഴുതുന്ന ഫോർമുല t = 2π√L/g ആണ്. നമുക്ക് റേഡിയസും കൂടി വരുന്ന രീതിയിൽ എഴുതാൻ. gന് നമുക്കൊരു ഫോർമുല അറിയാം, gm/r², അല്ലേ? അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പഠിച്ചിട്ടുണ്ട്. ഗ്രാവിറ്റേഷൻ എന്നൊരു ചാപ്റ്ററിൽ g = gm/R², where capital R is the radius of the earth. ആദ്യം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദിസ് ഇസ് ദ ടൈം പീരീഡ് ഓഫ് ദ സിമ്പിൾ പെൻഡുലം ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്. ഇനി ഈ റേഡിയസ്, ഇത് ഹൈറ്റ് പിന്നെയും കൂട്ടിയാൽ ആറിൻ്റെ സ്ഥാനത്ത് എന്താ എഴുതുക? r+r². അതായത് ദിസ് ഇസ് ദ ടൈം പീരീഡ് അറ്റ് എ ഹൈറ്റ് h. But time period at a height h will be equal to 2π√L/gm. ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇവിടെ r² ആണെങ്കിൽ ഇവിടെ r+r² വരും. അപ്പോൾ അത് ഈക്വേറ്റ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ഇറ്റ് ഇസ് ഈക്വൽ ടു th is equal to 2 into time period. 2 into time period on the surface of the earth. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Diagram of the motion of simple pendulum is given. ഇതാണ് ഡയഗ്രാം. The point of suspension, ഇത് mean position, ഇത് രണ്ട് extreme positions ആണ്. To move from x to y, dash has to be done on it. എന്തായിരിക്കും ഇവിടെ വർക്ക്? ശരിക്കും ഈ ചോദ്യത്തിൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിരുന്നു എക്സാമിന്. അപ്പോൾ ആ ഓപ്ഷൻസ് ഞാൻ എഴുതിയിട്ടില്ല, പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. To move from x to y, work has to be done. ഇവിടെ വരുന്നത് എന്താണ്? Work has to be done on it. Its dash energy increases on reaching y. വൈയിൽ എത്തുമ്പം ഏത് എനർജിയാണ് കൂടുക? പൊട്ടൻഷ്യൽ എനർജിയാണ് വൈയിൽ കൂടുക. ഓക്കെ, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും, കൈനറ്റിക് എനർജി 0 ആയിരിക്കും.
അപ്പോൾ ഈ ഫിലിൻ്റെ ഇവിടെ വരുന്നത് എന്താണ്, ഈ ബ്ലാങ്കിൽ വരുന്നത് പൊട്ടൻഷ്യലാണ്. ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ് ഓൺ റീച്ചിങ് വൈ. As it moves from y to x, some of this energy is converted into y ന്ന് എക്സിലേക്ക് പോകുമ്പം പൊട്ടൻഷ്യൽ എനർജിന്ന് കുറഞ്ഞ് ഇവിടെ എത്തുമ്പം കൈനറ്റിക് എനർജി മാക്സിമം ആവും. സോ കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. Throughout the swing, the total energy എപ്പോഴും എന്തായിരിക്കും, ഓസിലേഷൻസിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ? ഈ രണ്ടറ്റത്ത് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും, കൈനറ്റിക് എനർജി 0 ആയിരിക്കും. ഇവിടെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആവും, കൈനറ്റിക് എനർജി മാക്സിമം ആവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഇസ് ദി ആക്സലറേഷൻ ഓഫ് ദി ബോബ് വെൻ ഇറ്റ് ഇസ് അറ്റ് എക്സ്? എക്സ് എന്ന് പറയുന്ന മീൻ പൊസിഷനാണ്. മീൻ പൊസിഷനിൽ എത്തുമ്പം ആക്സലറേഷൻ എന്താണ്, 0 ആണ്. ആക്സലറേഷൻ ഇവിടെയാണ് ഉണ്ടാവുക, ഇവിടെ 0 ആയിരിക്കും. ഓക്കെ. What happens to the period of the swing if a girl sitting in the swing stands up? ഇതും ഏതൊരു വർഷം എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു ഊഞ്ഞാലുണ്ട്, ഊഞ്ഞാലൊരു കുട്ടി ഇരുന്ന് ആടുകയാണ്. ഓക്കെ. അപ്പം ആദ്യം ആ ഊഞ്ഞാലൊരു ടൈം പീരീഡ് ഉണ്ടാവും. പെട്ടെന്ന് ആ കുട്ടി എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ടൈം പീരീഡിന് എന്താ സംഭവിക്കുക? അപ്പോൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ദിസ് ഇസ് സിമിലർ ടു എ സിമ്പിൾ പെൻഡുലം അല്ലേ? അപ്പോൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ T = 2π√/L/g. അപ്പം കുട്ടി പെട്ടെന്ന് എണീക്കുമ്പോൾ ലെങ്ത് ഓഫ് ദി പെൻഡുലം കുറയാണ് ചെയ്യുന്നത്. കാരണം ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് സസ്പെൻഷന് താഴെ തൂക്കിയിട്ടിരിക്കുന്ന മാസിൻ്റെ സെൻറ്റർ വരെയാണ്. അപ്പോൾ കുട്ടി ഇരിക്കുമ്പോൾ കുട്ടീൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ നേവൽ പോയിന്റ് ആണ്, അതായത് പൊക്കിളാണ് അല്ലേ? അപ്പോൾ പോയിന്റ് ഓഫ് സസ്പെൻഷൻ നേവൽ വരെയുള്ള ലെങ്ത് കുട്ടി എഴുന്നേൽക്കുമ്പം കുറയും. അപ്പം ലെങ്ത് കുറയുമ്പം T = 2π√/L/g കുറയാ ചെയ്യുക അല്ലേ? കാരണം L അവിടെ കുറഞ്ഞു. സോ ഇൻ ദിസ് കേസ് വെൻ ഷീ സ്റ്റാൻഡ്സ് അപ്പ് ദ ടൈം പീരിയഡ് ഡിക്രീസസ്. പിന്നെ അടുത്തത്, റാം സസ്പെൻഡഡ് എ സ്ഫെറിക്കൽ പോട്ട് ഫുൾ ഓഫ് വാട്ടർ ഫ്രം എ പോയിന്റ്. ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ ഒരു സ്ഫെറിക്കൽ പോട്ടിൽ മുഴുവൻ വെള്ളമാണ്, അത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഹി സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ് എ പോട്ട് ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഓസിലേറ്റിംഗ്. നെയിം ദ സിസ്റ്റം ടു വിച്ച് ദി അബോവ് സിസ്റ്റം ഇസ് ഐഡന്റിക്കൽ. എന്താ ക്ലിയർ ആണ്? ഇറ്റ് ഇസ് ഐഡന്റിക്കൽ ടു വാട്ട്? സിമ്പിൾ പെൻഡുലം. കാൽക്കുലേറ്റ് ദ പീരിയഡ് ഓഫ് ഓസിലേഷൻ. അപ്പോൾ പീരിയഡ് ഓഫ് ഓസിലേഷൻ എന്ന് വെച്ചാൽ ടൈം പീരിയഡ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഡെറിവേഷൻ ആണെങ്കിൽ ഡെറിവേഷൻ ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തല്ലോ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഡെറിവേഷൻ, അത് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ഫോമിൽ എഴുതാം T = 2π√/L/g. ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ റാം മെയ്ഡ് എ ഹോൾ അറ്റ് ദ ബോട്ടം ഓഫ് ദി പോട്ട്. പോട്ടിൻ്റെ ഏറ്റവും അറ്റത്ത് താഴെ ഒരു ഹോളാക്കി. ഹോളാക്കുമ്പം നാച്ചുറലി വെള്ളം താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. Initially T increases, time period increases, but when water completely drained out, T decreased to original value. Explain. എന്തുകൊണ്ടായിരിക്കും അത് സംഭവിച്ചത്? തുടക്കത്തിൽ പോട്ടിൻ്റെ അടിയിൽ ഹോൾ ആക്കിയപ്പം വെള്ളം താഴേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് താഴേക്കാണ് പോയത്. അപ്പോൾ ലെങ്ത് ഓഫ് ദി പെൻഡുലം കൂടും. ലെങ്ത് ഓഫ് ദി പെൻഡുലം കൂടുമ്പം ടൈം പീരിയഡ് നാച്ചുറലി അതും കൂടും. കുറച്ച് കഴിഞ്ഞ് വെള്ളം മുഴുവൻ ഡ്രെയിൻ ഔട്ട് ചെയ്യുമ്പം സെൻറ്റർ ഓഫ് മാസ് ആ പോട്ടിൻ്റെ നടുവിലെത്തും, സെൻറ്ററിലായിരിക്കും. അതായത് ആദ്യം സെൻറ്റർ ഓഫ് മാസ് താഴേക്ക് പോയി അതുകൊണ്ട് ലെങ്ത് കൂടി. പിന്നെ വെള്ളം കുറഞ്ഞ് ഇല്ലാതാവുമ്പം പിന്നെയും സെൻറ്റർ ഓഫ് മാസ് ആദ്യം എങ്ങനെയായിരുന്നു, ഒറിജിനൽ അതിൻ്റെ സെൻറ്ററിലായിരുന്നല്ലോ. അപ്പോൾ അവിടെ പോയി നിൽക്കും. അപ്പോൾ അവിടെ നിൽക്കുമ്പം ലെങ്ത് ഓഫ് ദി പെൻഡുലം കുറയും. അപ്പോൾ ടൈം പീരീഡും കുറയും. അതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ. അപ്പം നമ്മൾ കണ്ടു സിമ്പിൾ പെൻഡുലം എന്നൊരു സെക്ഷനിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ അടുത്ത സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ സെക്ഷൻ. അതിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് വാട്ട് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ സാധാരണ ചോദിക്കാറുണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ്? ഇറ്റ് ഈസ് എ മോഷൻ ഇൻ വിച്ച് ആക്സിലറേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. ഓക്കെ. അത്രയും ഡെഫിനിഷൻ എഴുതിയാൽ മതിയാവും. പിന്നെ റൈറ്റ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഈ ഇക്വേഷൻ കൂടി എഴുതിയാൽ നമ്മുടെ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? d²x/dt² + ω²x = 0. പിന്നെ ഗ്രാഫിക്കലി ഹൗ ഡു യു റെപ്രസെൻറ്റ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ? സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇങ്ങനെ ഒരു സൈൻ കർവ് കാണിച്ചത് ഇറ്റ് ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. Graphically show the variation of kinetic energy and potential energy of a simple harmonic motion. ഇതും കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുക. ഈ റെപ്രസെൻറ്റ്സ് എനർജി, ആരോ മാർക്ക് മുകളിൽ കാണിക്കുക. ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇത് -a ആംപ്ലിറ്റ്യൂഡ്, ഇതും ആംപ്ലിറ്റ്യൂഡ് എക്സ്ട്രീം പൊസിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു കർവ് കാണിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജീൻ്റെ കർവാണ്. അതായത് ഈ അറ്റത്തും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. അതാണിത്. ഇവിടെ സെൻറ്റർ പോയിന്റിൽ മീൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. അതേ സമയത്ത് ഈ ഒരു കർവ് കൈനറ്റിക് എനർജിയുടെ കർവാണ്. അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി മാർക്ക് ചെയ്യുക, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മാർക്ക് ചെയ്യുക.
For simple harmonic motion, at what position kinetic energy equal to potential energy? അപ്പോൾ kinetic energy equal to potential energy ഏത് പൊസിഷനിലാണെന്ന് കാണിക്കാൻ നമ്മൾ രണ്ടിൻ്റെ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുക. ഇത് kinetic energyൻ്റെ ഇക്വേഷനാണ്, ഇത് potential energyൻ്റെ ഇക്വേഷനാണ്. രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ യു ഗെറ്റ് അറ്റ് ദിസ് പൊസിഷൻ y equal to a divided by root 2 kinetic energy and potential energy will be same. For simple harmonic motion, when is the velocity equal to half the maximum velocity? Velocity equation for a simple harmonic motion is v equal to omega root over a square minus y square. This is maximum y 0 avanam. Y 0 is maximum value for velocity, that is omega a, where a is the amplitude. Ini endanu parnirikkunna velocity equal to half the maximum velocity. Velocity equation is half the maximum velocity എഴുതി ഇത് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് y equal to root over 3a square by 4 കിട്ടി. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Derive the equation for kinetic energy and potential energy of a simple harmonic motion. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Kinetic energy half mv square ആണ്. Velocity for a simple harmonic motion is omega root over a square minus y square. അതിന് സ്ക്വയർ ചെയ്തു. Final equation is half m omega square a square minus y square. ഇനി പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും നമ്മൾ വർക്ക് ഡൺ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് വർക്ക് ഡൺ വിച്ച് ഇസ് ഈക്വൽ ടു ദ ഇൻറ്റഗ്രൽ ഓഫ് സ്മോൾ വർക്ക്. അപ്പോൾ അതാണ് ഈ സ്മോൾ വർക്ക് ഡി ഡബ്ല്യു. അപ്പോൾ സ്മോൾ വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. ഫോഴ്സ് എം എ ആണ്. അപ്പോൾ എം എ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി വൈ ആണ്. അപ്പം ആക്സലറേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ഒമേഗ സ്ക്വയർ വൈ. അപ്പോൾ എം ഒമേഗ സ്ക്വയർ വൈ ഡി വൈ. പിന്നെ അതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഫൈനൽ ഇക്വേഷൻ നമുക്ക് ഇതാണ് കിട്ടുന്നത്, എം ഒമേഗ സ്ക്വയർ പൈ സ്ക്വയർ ബൈ 2. അപ്പോൾ എക്സാമിന് ഈ ചോദ്യം വന്നാൽ ഈ ഫുൾ സ്റ്റെപ്സ് എഴുതണമെന്നില്ല. തുടക്കത്തിൽ ഒരു 2-3 സ്റ്റെപ്സ് എഴുതുക, മിഡിലത്തെ ഏതെങ്കിലും ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എഴുതുക, ഫൈനൽ ഇക്വേഷൻ എഴുതുക. എപ്പോഴും ഫൈനൽ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, എന്നാൽ നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇതാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. എക്സ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഐഡന്റിഫൈ ആൻഡ് ഡിഫൈൻ ക്യാപിറ്റൽ എ ആൻഡ് ഒമേഗ. ഇതിൽ ക്യാപിറ്റൽ എ ഇതാണ്. ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ എന്താ? ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താ? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ആണ്. ഇറ്റ് ഇസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. വെലോസിറ്റി അല്ല, ഇറ്റ് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇത്ര എഴുതിയാൽ നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തത്, വാട്ട് ആർ ദ 2 കണ്ടീഷൻസ് ഫോർ എ മോഷൻ ടു ബി സിമ്പിൾ ഹാർമോണിക്? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ 2 കണ്ടീഷൻ എന്താ? ആക്സലറേഷൻ ഷുഡ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് എ മെയിൻ പൊസിഷൻ. ഇത്രയും പറഞ്ഞാൽ മതി. A simple harmonic motion is given by വീണ്ടും ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. At which position will its kinetic energy be equal to potential energy? അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെ മുന്നിലത്തെ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. kinetic energy is equal to potential energy when y equal to a by root 2 അല്ലേ? അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് 8 ആണ്. അപ്പോൾ 8 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. y equal to root over 8 by 2ലാണ് kinetic energy പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആവുക. പിന്നെ വേറൊരു ചോദ്യം, ആംപ്ലിറ്റ്യൂഡ് ഡബിൾ ചെയ്തിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഇസ് ഡബിൾഡ്, വാട്ട് ഇസ് എ ചേഞ്ച് ഇൻ പീരിയഡ്, മാക്സിമം വെലോസിറ്റി, മാക്സിമം ആക്സലറേഷൻ ആൻഡ് ടോട്ടൽ എനർജി. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓരോന്നിൻ്റെയും നിങ്ങൾ ഫോർമുലാസ് അറിഞ്ഞിരിക്കണം, ഓർത്തെടുക്കാം. പീരിയഡിൻ്റെ ഫോർമുല എന്താ? 2π റൂട്ട് ഓവർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ആക്സലറേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ ആംപ്ലിറ്റ്യൂഡ് എന്നൊരു വാക്ക് ഒരു ടേം വരുന്നില്ല. അതുകൊണ്ട് വി സേ പീരിയഡിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ മാക്സിമം വെലോസിറ്റി മാക്സിമം ആവുന്നത് ഇക്വേഷൻ വി മാക്സിമം എ ഒമേഗയാണ്. അപ്പോൾ ഇതിൽ ആംപ്ലിറ്റ്യൂഡ് ഡബിൾ ചെയ്താൽ മാക്സിമം വെലോസിറ്റിയും ഡബിൾ ആവും. ഓക്കെ. ഇനി ആക്സലറേഷൻ മാക്സിമം എന്ന് വെച്ചാൽ ഒമേഗ സ്ക്വയർ എ ആണ്. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഡബിൾ ആയാൽ ആക്സലറേഷൻ മാക്സിമമും ഡബിൾ ആയി. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഡബിൾ ചെയ്താൽ ആംപ്ലിറ്റ്യൂഡ് ഡബിൾ ചെയ്താൽ 4 ടൈംസ് ആവും. ടോട്ടൽ എനർജി വിൽ ബിക്കം 4 ടൈംസ് ദ ഇനീഷ്യൽ എനർജി. ഓക്കെ. ഹാർമോണിക് മോഷനിൽ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് റിലേഷൻ റെപ്രസെൻറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? അപ്പം ഇതിൻ്റെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ എന്താ? എ റെപ്രസെൻറ്റ്സ് ആക്സലറേഷൻ. എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ആ ഫോമിൽ വരുന്നത് സി എ ഈക്വൽ ടു മൈനസ് 5x ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. എ പാർട്ടിക്കിൾ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ആക്സലറേഷൻ വിത്ത് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് കോൺസ്റ്റന്റ് ഡയറക്ഷൻ. അങ്ങനെ ആക്സലറേഷൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ആക്സലറേഷൻ ഇങ്ങനെ പറയുന്നത്, ആക്സലറേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടേയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് മാറുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാറും, പക്ഷേ ഡയറക്ഷൻ എപ്പോഴും മീൻ പൊസിഷനിലേക്കാണ്. സോ ഇതിൽ 4ാമത്തെ ഓപ്ഷൻ ആക്സലറേഷൻ വിത്ത് ചേഞ്ചിങ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് കോൺസ്റ്റന്റ് ഡയറക്ഷൻ ആണ് കറക്റ്റ്.
which are simple harmonic motion from this rotation of earth. അത് simple harmonic അല്ല, അത് എന്താ പറയുക periodic motion ആണ്. Vertical oscillations of loaded spring, that is an example for simple harmonic. Circular motion, അതും ഒരു periodic motion ആണ്, അപ്പോൾ simple harmonic അല്ല. Oscillations of simple pendulum, അതൊരു simple harmonic motion ആണ്. അപ്പം 2ഉം 4ഉം ആണ് correct answer. അടുത്ത ചോദ്യം നോക്കാം. Equation of simple harmonic motion is y equal to 2 cos 0.5 pi t plus pi by 3. What is the amplitude and time period? അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് 2 ആണ്, നമുക്കിതൊന്ന് മനസ്സിലാക്കാം. ടൈം പീരീഡ് കാണാൻ ഇതിൽ ഒമേഗ, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ എന്താണ്? y equal to a cos omega t plus phi ആണ് ജനറൽ ഇക്വേഷൻ. y equal to a cos omega t plus 5. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ ഒമേഗ എന്താണ്? 0.5 പൈ ആണ്. അപ്പം ഒമേഗ ഈസ് ഓൾസോ റിട്ടേൺ ആസ് 2 പൈ ബൈ ടി. അതൊന്ന് ടി കാൽക്കുലേറ്റ് ചെയ്താൽ 4 സെക്കൻഡ്സ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വന്നിട്ടുണ്ട്. അപ്പം ഇമ്പോർട്ടൻറ്റ് വൈസ് ആണ് ഞാനിപ്പം ആദ്യം എടുത്തതെല്ലാം ഇമ്പോർട്ടൻറ്റ്, പിന്നെ അത് ലെസ് ഇമ്പോർട്ടൻറ്റ്, ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, ഓസിലേഷൻസ് എന്നൊരു ചാപ്റ്ററിൽ ഇപ്പം നമ്മൾ കണ്ടു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. പിന്നെ അടുത്തത് വരുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ സെക്ഷനിലാണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് സ്പ്രിങ്ങിൻ്റെ കേസിൽ നിന്നും വരാറുണ്ട്. ഓക്കെ, അപ്പം ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഷോ ദാറ്റ് ദി ഓസിലേഷൻസ് ഓഫ് എ ലോഡഡ് സ്പ്രിങ് ഇസ് സിമ്പിൾ ഹാർമോണിക്. ഒരു ലോഡഡ് സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻസ് സിമ്പിൾ ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓൾസോ ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ഇറ്റ്സ് ടൈം പീരീഡ്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യം ഒരു സ്പ്രിങ്ങിൻ്റെ ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രാംസ് മസ്റ്റാണ് നിങ്ങൾ എക്സാമിന് ആൻസേഴ്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പം സ്പ്രിങ് മാസ് എം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഈക്വിലിബ്രിയം പൊസിഷനിൽ എക്സ് ദൂരത്തിലേക്ക് അതിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അതിനെ വിട്ടു. അപ്പോൾ അത് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആയിരിക്കും. എഫിൻ്റെ സ്ഥാനത്ത് എം എ എന്നിട്ടു. എം എ ഈക്വൽ ടു മൈനസ് കെ എക്സ്. Then m d square x by dt square equal to minus kx, d square x by dt square plus k by mx equal to 0. This is similar to this equation, which is the equation for simple harmonic motion. So we say the oscillations of a vertical loaded spring is simple harmonic. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം എന്ന് കിട്ടി. ഒമേഗ സ്ക്വയർ അപ്പം ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓവർ കെ ബൈ എം. ഒമേഗ 2 പൈ ബൈ ടി ആണ്. അപ്പം ടീൻ്റെ വാല്യൂ കിട്ടി. ടി ഈക്വൽ ടു 2 പൈ റൂട്ട് ഓവർ എം ബൈ കെ. The time period for the oscillations of a loaded spring is 2 pi root over m by k. Here k is called the spring constant. Okay. ഇനി അടുത്തത്, two springs of a spring constant k1 and k2 are connected as shown. ഇവിടെ k1 പിന്നെ ഒരു mass പിന്നെ ഒരു k2. Find the time period. അപ്പോൾ look here, the springs are connected in parallel. Parallel connect ചെയ്യുമ്പം total spring constant will be what? K will be equal to k1 plus k2. സീരീസിലാണെങ്കിൽ നമ്മൾ 1 by k equal to 1 by k1 plus 1 by k2 എന്നൊരു ഫോമുലയാണ് യൂസ് ചെയ്യേണ്ടത്. പാരലൽ ആണെങ്കിൽ ടോട്ടൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എത്രയാണ്? k1 plus k2. അപ്പോൾ ഇവിടെ ടൈം പീരീഡ് എന്തായിരിക്കും? ഈ ഇക്വേഷൻ തന്നെ എടുക്കുക. 2 pi root over m by k. കെൻ്റെ സ്ഥാനത്ത് എന്താ എഴുതുക? k1 plus k2. So this is the answer to this equation. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മാസ് 3 കിലോഗ്രാം ഇസ് അറ്റാച്ച്ഡ് ടു എ സ്പ്രിംഗ് ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് 1200 ന്യൂട്ടൺ പെർ മീറ്റർ. ഒരു സ്പ്രിംഗ് ഉണ്ട്, അതിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് 1200 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അതിൻ്റെ അടിയിൽ ഒരു മാസ് 3 കിലോഗ്രാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ മാസിനെ ഒരു ഡിസ്റ്റൻസ് 2 സെൻറ്റിമീറ്റർ വരെ കൊണ്ടുപോയിട്ട് പിന്നെ റിലീസ് ചെയ്തു. അപ്പോൾ അത് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഓസിലേഷൻ്റെ ഫ്രീക്വൻസിയും മാക്സിമം ആക്സലറേഷനുമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി നോ ഇറ്റ് ഇസ് എ റെസിപ്രോക്കൽ ഓഫ് 1 ടൈം പീരിയഡ്. സോ ഫ്രീക്വൻസി ഈക്വൽ ടു 1 by t. ടീൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്താൽ 1 by 2 pi root over k by m. 1 by 2 pi root over k by m എന്ന് കിട്ടും. ഓക്കെ, ഇനി അത് 1 by 2 pi root over kയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ താഴെ 3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ഗെറ്റ് ദി ആൻസർ as 3.185 വേർഡ്സ്. ഇനി മാക്സിമം ആക്സലറേഷൻ. ആക്സലറേഷൻ്റെ ഫോമുല ഒമേഗ സ്ക്വയർ വൈ ആണ്. അത് മാക്സിമം ആണെങ്കിൽ വൈ ഷുഡ് ബി ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ്. സോ ഒമേഗ സ്ക്വയർ എ എന്ന് എഴുതി. പിന്നെ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് കെ ബൈ എം ആണ്. സോ കെ ബൈ എം എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ഗെറ്റ് ദി ആൻസർ 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓസിലേഷൻ എന്നൊരു ചാപ്റ്റർ. ഇത് കൂടാതെ ഡാംഡ് ഓസിലേഷൻസ് എന്താണ് ചോദിച്ചിട്ടുണ്ട്. ഡാംഡ് ഓസിലേഷൻസ് എന്താ? ഓസിലേഷൻസ് വിത്ത് ആംപ്ലിറ്റ്യൂഡ് ഗോസ് ഓൺ ഡിക്രീസിങ് വിത്ത് ടൈം. ഓക്കെ, പിന്നെ റെസനൻസിൻ്റെ കേസ് 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. വാട്ട് ഇസ് റെസനൻസ്? റെസനൻസ് എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയും പിന്നെ
പീരിയോഡിക് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയും സെയിം ആവുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്ന കണ്ടീഷനാണ് റെസനൻസ്. അപ്പം ഈ ഭാഗത്തു നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വളരെ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഇതൊക്കെയാണ്. സോ ഓൾ ദി ബെസ്റ്റ്.